സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും അതിരാവിലെ തന്നെ ഒരു 4 മണിയോടുകൂടി തന്നെ അതിശക്തമായ മഴ പെയ്യുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും അതിരാവിലെ മുതൽ മഴ ലഭിക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. അത് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂർ നിർണായകമാണ്. കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ മാത്രമല്ല ഇടിമിന്നലോടുകൂടിയ മഴയായിരിക്കുമെന്നാണ് പ്രവചനം. ഇന്നലെ 6 ജില്ലകൾക്കാണ് പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പ്രവചനങ്ങളൊക്കെ തെറ്റിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് അത് രാവിലെ മുതൽ തന്നെ പെയ്യുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, തിരുവനന്തപുരം ഈ ജില്ലകൾക്കാണ് ഇന്നലെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിന് പുറമെ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും ശക്തമായ മഴ പെയ്തിരുന്നു. പുലർച്ചെയുണ്ടായ മഴയിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. 24 മണിക്കൂർ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസം 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ വിഷു മഴയിൽ മുങ്ങും എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് 12-ാം തീയതി രാത്രി 11:30 വരെയും, ആലപ്പുഴ തീരത്ത് 13-ാം തീയതി ഉച്ചയ്ക്ക് 11:30 വരെയും 0.4 മുതൽ 0.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും കന്യാകുമാരി തീരത്ത് രാത്രി 11:30 വരെ 1.2 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നും അറിയിപ്പുണ്ട്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഇടിമിന്നൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്തുള്ള ജാഗ്രതകളൊക്കെ പാലിക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇടിമിന്നൽ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ തന്നെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നേരത്തെ എടുക്കുക. ഈ സമയത്ത് ഇടിമിന്നൽ വരുന്ന സമയത്തൊന്നും ടെറസിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ എടുക്കാൻ വേണ്ടി, ഇന്നിപ്പോൾ തുണി എന്തായാലും ഉണക്കാടേണ്ട ആവശ്യം ഇല്ല, നല്ല മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇരിക്കുക. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. സൂര്യനിൽ നിന്നുള്ള സൗരവാതങ്ങളുടെയും ഊർജ്ജ പ്രവാഹത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾ മുതൽ ദീർഘകാല കാലാവസ്ഥയിലെ ആവർത്തനാത്മക സ്വഭാവം വരെ മൺസൂണിനെ ബാധിക്കുന്നതായി കേന്ദ്ര സർവകലാശാല ഗവേഷകർ കണ്ടെത്തിയിരുന്നു. 2018 കനത്ത മഴയും വയനാട്ടിലെയും കുടകിലെയും ഉരുൾപൊട്ടലുകളും മഴയിലെ ദീർഘകാല വർധനവിന്റെ ഭാഗമാകാം എന്ന നിർണായക വാദവും ഗവേഷകർ പങ്കുവയ്ക്കുന്നു. വരും വർഷങ്ങളിലും മഴയുടെ തീവ്രതയിൽ വർധന പ്രതീക്ഷിക്കാമെന്നും പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ കരുതൽ നടപടികൾ ആവശ്യമാണെന്നും പഠനം വ്യക്തമാക്കുന്നു. നമുക്ക് പ്രകൃതിയോട് വെറുതെ മത്സരിക്കാൻ പോകണ്ട. പ്രകൃതി എന്ന് പറയുന്നത് അതൊരു ശക്തി തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ഇത്തരം മഴ, കാറ്റ്, അതുപോലെ തന്നെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആ ഒരു മര്യാദ, പ്രകൃതിയോട് പാലിക്കേണ്ട ഒരു മര്യാദ, നമ്മുടെ ജാഗ്രത, അത് പാലിക്കുക. പ്രകൃതിയോട് എന്തായാലും കളിക്കാൻ നിൽക്കേണ്ട. എന്തൊക്കെയായാലും ശരി, ഇന്ന് പുറത്തു പോകേണ്ടവരുണ്ടാകും, ക്ലാസ്സുകൾ ഉള്ളവരുണ്ടാകും. സ്കൂളുകളൊക്കെ ക്ലാസ്സുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ചിലയിടത്ത് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ട് എന്നാണ് അറിവ്. അങ്ങനെയുള്ള കുട്ടികളുണ്ടാകും, ട്യൂഷന് പോകുന്നവരുണ്ടാകും, പുറത്തേക്ക് ജോലിക്ക് പോകുന്നവരുണ്ടാകും. എല്ലാവരും ഒരല്പം ശ്രദ്ധ നിങ്ങളുടെ യാത്രകളിൽ കരുതുക. കുട എടുക്കാൻ മറക്കണ്ട. കാരണം രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ മഴയായതുകൊണ്ട് കുട എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുരക്ഷിതരായിരിക്കുക. എപ്പോഴും പറയുന്നത് പോലെ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.